ഇന്നൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. കുറച്ച് സാധനം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു കവർ നിറച്ച സാധനങ്ങൾ ഉണ്ടാകും. നേരത്തെ ആണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡിയാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് 4 മണിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഇതുപോലെ ഏത്തക്ക ഇരിപ്പുണ്ടെങ്കിൽ പഴംപൊരി മാത്രം ഒന്നും ഉണ്ടാക്കും. അതിനുള്ള കാരണം ഒരു 4 മണിക്ക് ചായ കുടിക്കാനായിട്ട് ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല. രാത്രി 8 മണി 8:30 ആകുമ്പോഴാണ് ചിച്ചൻ ഓഫീസിൽ നിന്ന് വരാറ്. അതുകൊണ്ട് പിന്നെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് 8:30 കഴിച്ചിട്ട് യാതൊരു ഫലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ മെനക്കെടാറുമില്ല. പിന്നെ ഇന്ന് അത്താഴത്തിനേക്കായിട്ട് ഒരു മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് പുഴുങ്ങുവാണ്. എനിക്ക് മധുരക്കിഴങ്ങ് ഒട്ടും ഇഷ്ടമില്ല. അതിന് ഗുണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു ഇതൊന്ന് കഴിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റാത്ത സാധനമാണ്. അതുകൊണ്ട് ഞാൻ മധുരക്കിഴങ്ങിന് കൂടെ എനിക്കായിട്ട് കുറച്ച് ചേമ്പും കൂടി ഒന്ന് പുഴുങ്ങുന്നുണ്ട്. ഇനി ഈ പുഴുക്കിന് എന്ത് തന്നെ കൂട്ടാനുണ്ടെങ്കിലും എനിക്ക് ഇതുപോലൊരു തൈര് സമ്മതി ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് സമ്മതി കൂട്ടിയിട്ട് പുഴുക്ക് കഴിക്കുന്നത്. ചിലപ്പോൾ ഞാനൊരു നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ടായിരിക്കാം ചെറുപ്പകാലത്തൊക്കെ ഇത് ഒരുപാട് കഴിച്ചത് കൊണ്ട് ഇപ്പോഴും ഈ പുഴുക്കിനോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. എനിക്ക് ശരിയാണ് പുഴുക്ക് റെഡിയായി. എൻ്റെ പുത്രനാണെങ്കിൽ ഈ പുഴുക്കൊന്നും കുഞ്ഞിലെ മുതൽ കഴിക്കാത്തതുകൊണ്ടായിരിക്കും അവൻ ഈ പുഴുക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ അവനായിട്ട് ഞാൻ കുറച്ച് മാഗി ഉണ്ടാക്കി. പുഴുക്കും ചമ്മന്തി അടിപൊളിയായിരുന്നു. പക്ഷേ ചമ്മന്തിക്ക് ഒടുക്കലത്തെ എരിവായിരുന്നു കേട്ടോ.